നമസ്കാരം. നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു ഗതികേട് ഓർത്തു നോക്കണം. കഴിഞ്ഞ 10 വർഷക്കാലം പണ്ട് കഥകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതുപോലെ രാജാക്കന്മാരുടെ കിങ്കരന്മാരെ പോലെയാണ് പോലീസുകാർക്ക് പലർക്കും ആത്മനിന്ദയോടെയാണെങ്കിലും പ്രവർത്തിക്കേണ്ടി വന്നിട്ടുള്ളത്. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ പോലീസിനെ വല്ലാതെ നാണക്കേടിലാക്കി പിണറായി വിജയൻ്റെ സർക്കാർ. പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം കോഹിനൂർ രത്നം പോലെയായിരുന്നു പിണറായി വിജയൻ. ആ കോഹിനൂർ രത്നം കൊണ്ടുപോകുന്നതിനേക്കാൾ സുരക്ഷയിലാണ് പിണറായി വിജയനെ പോലീസുകാർ കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന ആൾക്കാർക്ക് ചിരിയാണ്, ഇയാളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ, ഇത്രയും അധികം പോലീസുകാർ എന്തിനാണ് എന്നൊക്കെ നമ്മളൊക്കെ പരസ്പരം ചോദിച്ച് പരിഹസിച്ച് ചിരിച്ചിട്ടുള്ളതാണ്. ആ പോലീസുകാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ വൈറൽ താരം, കുംഭമേളയിലെ വൈറൽ താരത്തിൻ്റെ ശൈശവ വിവാഹം നടത്തിക്കൊടുത്തത് ഗോവിന്ദനും റഹീമും ശിവൻകുട്ടിയും അടങ്ങുന്ന CPM നേതാക്കളാണ്. അതിനുശേഷം ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള വിവരം പുറത്തു വന്നു. അതിൻ്റെ രേഖകൾ പുറത്തു വന്നു. മധ്യപ്രദേശ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ആ കുട്ടിയെ വിവാഹം ചെയ്ത ഫർമാൻ ഖാൻ എന്ന കാമുകനെതിരെ മധ്യപ്രദേശ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനിടയിൽ കാര്യം വഷളായെന്ന് ഫർമാൻ ഖാൻ മനസ്സിലായി. തൻ്റെ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫർമാൻ ഖാൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ മാസം 20-ാം തീയതി വരെ ഫർമാൻ ഖാൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തിയത്. കൊച്ചിയിലെത്തി ഫർമാൻ ഖാനെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ ഹൈക്കോടതിയുടെ ഉത്തരവ് 20-ാം തീയതി വരെ ഉണ്ട് എന്നുള്ളൊരു ഉത്തരവൊക്കെ കേരള പോലീസ് മധ്യപ്രദേശ് പോലീസിനെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മുടെ വൈറൽ താരം പറയുന്നത്, എന്നെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും മറ്റും പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കൊക്കെ അതല്ലേ ജോലി. കാരണം ഇത്തരക്കാർ കാണിച്ചു വയ്ക്കുന്ന ചില പേക്കൂത്തുകൾ കാരണം എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. കാരണം സാധാരണക്കാരന് നീതി കിട്ടേണ്ട, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട സമയത്താണ് പോലീസ് ഇതുപോലെയുള്ള വാൽമാക്രികളുടെ കാര്യത്തിനായിട്ട് ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ ആ പോലീസിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ മറ്റൊരു സ്റ്റേറ്റിലും ഇത്തരത്തിൽ ഇവർക്ക് വേറെ ഏതെല്ലാം സംസ്ഥാനത്ത് പോകാമായിരുന്നു. അവരുടെ ഭാഷ അറിയാവുന്ന സംസ്ഥാനങ്ങൾ എത്രയോ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർ അവിടെയൊന്നും പോയില്ല? അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഈ വൈറൽ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് പോലെ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഫർമാൻ ഖാനെ പൊക്കിക്കൊണ്ടുപോകാനായിട്ട് മധ്യപ്രദേശ് പോലീസ് സ്ഥലത്തെത്തിയിരിക്കുന്നത്. എന്തായാലും 20-ാം തീയതി വരെ അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി അന്തം കമ്മികൾ സംരക്ഷണം കൊടുക്കുമോ എന്നറിയില്ല. ഇന്നിപ്പോൾ എന്തായാലും തീയതി 16-ആയി. 16-ാം തീയതി 4 ദിവസം കൂടി മാത്രമേ ഈ ഒരു സ്റ്റേ നിലനിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മധ്യപ്രദേശ് പോലീസിന് യാതൊരു തടസ്സവുമില്ല. ഇനി പാർട്ടി ഓഫീസിലോ മറ്റോ ഒളിപ്പിക്കുകയോ മറ്റോ ചെയ്യുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അതോ ഇനി മധ്യപ്രദേശ് പോലീസിനെ അന്തം കമ്മികൾ ശക്തമായി പ്രതിരോധിക്കുമോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല. ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് ഇപ്പോഴത്തെ പല പോലീസുകാരും. അവരൊക്കെ ഈ കാക്കിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി വിജയിച്ച് പോലീസായത്. പക്ഷേ അവർക്ക് ചെയ്യേണ്ടി വരുന്ന ജോലിയോ ഇതേപോലെയുള്ള പിണറായി വിജയനെ ചുമക്കുക, പിണറായി വിജയൻ പോകുന്ന വഴികളിൽ ചെന്ന് നിൽക്കുക, അയാളെ ആരും കാക്കകുത്തിക്കൊണ്ട് പോകാതെ നോക്കുക, അയാളുടെ വീട്ടുകാർ പോകുമ്പോൾ അവരെ സംരക്ഷിക്കുക. ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ, ഇതുപോലെ നാണം കെട്ട ഇത്തരം കല്യാണങ്ങൾ, ശൈശവ വിവാഹങ്ങൾ വരുമ്പോൾ അതിനു വേണ്ടി നിൽക്കുക. സംസ്ഥാന പോലീസ് മേധാവി പോലും അടുത്ത മാസം 22-ാം തീയതി ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ മുന്നിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഒന്ന് നോക്കൂ, എത്ര പരിതാപകരമായിട്ടുള്ളൊരവസ്ഥ. ഈ ഗോവിന്ദനും റഹീമിനും ശിവൻകുട്ടിക്കൊക്കെ മര്യാദയ്ക്ക് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇത്തരം വിഡിത്തങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നാൽ പോരെ? എന്തിനാണ് ഈ ശൈശവ വിവാഹം നടത്തി കൊടുത്തത്? അവർക്ക് ഇത്തരത്തിൽ വർഗീയത പറയുകയും ഇതൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അവരുടെ ഒരു രീതി. അത് അവർ ചെയ്തു. പക്ഷേ ആ കാര്യങ്ങളൊക്കെ തിരിച്ചടിച്ചിരിക്കുകയാണ്. എന്തായാലും ഫർമാൻ ഖാനെ ഇന്നല്ലെങ്കിൽ 20-ാം തീയതി കഴിയുമ്പോൾ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യും. കാരണം പോക്സോ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫർമാൻ ഖാനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോലീസിന് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അറസ്റ്റ് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും. വൈറൽ പെൺകുട്ടിയെ കൈവിടുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണേണ്ടി വരും. കാരണം ഇതിനു മുമ്പ് ഹനാൻ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവിടെ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത ഒരു ഹനാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ കേരളത്തിൻ്റെ മകളായി പിണറായി വിജയൻ ഏറ്റെടുത്തു, അഭിനന്ദിച്ചു. ആ പോയ പോക്കിൽ എന്തോ ആണ്, കാറിടിച്ച് മരത്തിലിടിച്ച് 2 കാലും ഒടിഞ്ഞ്. ആ കുട്ടിയെ പറ്റി ഇപ്പോൾ കേൾക്കാൻ പോലുമില്ല. അപ്പോൾ അവരെയും കൈവിട്ടു. വൈറൽ പെൺകുട്ടിയുടെയും അവസ്ഥ അതുതന്നെയാണ്. എന്തായാലും ഫർമാൻ ഖാനെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം ഈ പറയുന്ന ത്രിമൂർത്തികളെ, അതായത് ഗോവിന്ദനെയും റഹീമിനെയും ശിവൻകുട്ടിയെയും പ്രതി ചേർക്കുമോ, അവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ, അറസ്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെയാണ് കണ്ടറിയേണ്ടത്. എന്തായാലും പിണറായി വിജയൻ്റെ പോലീസ് അല്ല മധ്യപ്രദേശ് പോലീസ്, അല്ലെങ്കിൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസിനെ നേരിടാൻ ഞാൻ ഇവിടുത്തെ MP ആണേ, ഞാൻ ഇവിടുത്തെ മുൻ മന്ത്രിയാണേ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പാർട്ടി സെക്രട്ടറിയാണേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ നടപടികൾ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും.